Golden Diamonds, Kerala, Tamil Nadu. നമസ്കാരം. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ നോക്കാം. ന്യൂസ് അപ്ഡേറ്റ്സിൽ ആദ്യം പ്രധാന വാർത്തകൾ. സംവിധായകനും ഛായാഗ്രഹകനുമായ ഷാജി എൻ കരുണിന് സാംസ്കാരിക കേരളത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം നാളെ വൈകിട്ട് 4 മണിക്ക് ശാന്തി കവാടത്തിൽ. വിടവാങ്ങിയത് രാജ്യാന്തര വേദികളിൽ മലയാളത്തെ അടയാളപ്പെടുത്തിയ ചലച്ചിത്ര പ്രതിഭ. കഞ്ചാവിന് പുറമെ റാപ്പർ വേടന് കുരുക്കായി പുലിപ്പല്ലും ആയുധവും. മാലയിലെ പുലിപ്പല്ലിൽ വനംവകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. ഫ്ളാറ്റിൽ വടിവാൾ സൂക്ഷിച്ചതിന് ആയുധ നിയമപ്രകാരം കേസ്. ലഹരി ഉപയോഗിച്ചെന്ന് സമ്മതിച്ചു വേടൻ. ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തത് 6 ഗ്രാം കഞ്ചാവും 9.5 ലക്ഷം രൂപയും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഷൈൻ ടോമിനെയും ശ്രീനാഥ് ഭാസിയെയും വിശദമായി ചോദ്യം ചെയ്ത് എക്സൈസ്. കഞ്ചാവല്ല, മെത്താഫെറ്റമിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഷൈൻ. നടനെ തൊടുപുഴയിലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റും. താരങ്ങളുമായുള്ള പെൺവാണിഭ ലഹരി ഇടപാടുകൾ സംബന്ധിച്ച മോഡൽ സൗമ്യ. സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയം അത്രേ ഉള്ളൂ. എത്ര വർഷമായി സൗഹൃദത്തിലാണ്? 1 വർഷം. ലഹരി ഇടപാടായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യ. ഡൽഹിയിൽ തിരക്കിട്ട നീക്കങ്ങൾ. പ്രതിരോധ മന്ത്രി വീണ്ടും പ്രധാനമന്ത്രിയെ കണ്ടു. അതിർത്തി സംഘർഷങ്ങൾക്കിടെ ആയുധ കരുത്തു കൂട്ടി ഇന്ത്യ. 26 റഫേൽ വിമാനങ്ങൾ കൂടി വാങ്ങാൻ ഫ്രാൻസുമായി 3000 കോടിയുടെ കരാർ. പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകി ചൈനയും തുർക്കിയും. കൊല്ലം തുഷാര കൊലക്കേസിൽ ഭർത്താവ് ചന്തുലാലിനും ഭർത്തൃമാതാവ് ഗീതാലാലിക്കും ജീവപര്യന്തം. പ്രതികൾ 1 ലക്ഷം വീതം പിഴയടയ്ക്കണം. കോടതി വിധിയിൽ തൃപ്തരെന്ന് തുഷാരയുടെ കുടുംബം. നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ വിധി മെയ് 6-ന്. കെ.എം. എബ്രഹാമിന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷിച്ച് CBI. അന്വേഷണ പരിധിയിൽ മുംബൈയിലെ 3 കോടിയുടെ അപ്പാർട്ട്മെന്റും കൊല്ലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സും. CBIക്കെതിരെ എബ്രഹാം സുപ്രീം കോടതി. വാക്സിൻ എടുത്ത ശേഷവും 5.5 വയസ്സുകാരിക്ക് പേവിഷബാധ. മലപ്പുറം കാക്കത്തടം സ്വദേശിനിയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ. ചികിത്സാ പിഴവെന്ന ആരോപണം. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7-ന്. തീരുമാനം വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിൽ. പുതിയ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ വോട്ട് രേഖപ്പെടുത്തുക 135 കർദിനാൾമാർ. വിശദമായി നോക്കാം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡൽ സൗമ്യ എന്നിവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി എക്സൈസ്. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ലഹരിയിൽ നിന്ന് മോചനം നേടണമെന്നും ഷൈൻ ടോം ചാക്കോ എക്സൈസിന് മൊഴി നൽകി. ഇതോടെ ഷൈനിനെ എക്സൈസ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാനായി തൊടുപുഴയിലേക്ക് കൊണ്ടുപോയി. അതിനിടെ തസ്ലീമയുമായുള്ള സാമ്പത്തിക ഇടപാട് റിയൽ മീറ്റിനുള്ള കമ്മീഷനാണെന്നും ലൈംഗിക ഇടപാടിന് ഉപയോഗിക്കുന്നത് റിയൽ മീറ്റ് എന്ന വാക്കാണെന്നും സൗമ്യ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. ഷൈൻ ടോം ചാക്കോയുമായി പണമിടപാടുണ്ടെന്നും ചോദ്യം ചെയ്യലിനിടെ സൗമ്യ സ്ഥിരീകരിച്ചു. പെൺവാണിഭത്തിന് വേണ്ടിയാണ് ഷൈൻ പണം നൽകിയതെന്നും ഒരാൾക്ക് 30,000 രൂപ വരെ ഷൈൻ നൽകിയിട്ടുണ്ടെന്നും സൗമ്യ മൊഴി നൽകി. ഷൈനും ബാസയായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് ചോദിക്കാൻ വേണ്ടിട്ട് വിളിപ്പിച്ചതാണ്. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. 1 വർഷമായിട്ട്. സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിലൂടെ. സോഷ്യൽ മീഡിയ വഴിയുള്ള പരിചയം അത്രേ ഉള്ളൂ. എത്ര വർഷമായി സൗഹൃദത്തിലാണ്? 1 വർഷം. ലഹരി ഇടപാടായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. തസ്ലീമ എനിക്കറിയാം, കൊച്ചിയിൽ വന്ന് പരിചയമുണ്ട്, ഒരു ഫ്രണ്ടാണ്.
അതിനപ്പുറത്തോട്ട് അവളുടെ വേറെ പേഴ്സണൽ ആയിട്ടുള്ള ബിസിനസിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, മലയാള സിനിമാ ലോകത്ത് നമ്മളൊക്കെ തിയേറ്ററിൽ കൈയടിച്ചുകൊണ്ടിരുന്ന താരങ്ങളുടെ പുതിയ പുതിയ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. പെൺവാണിഭത്തിനടക്കം മുന്നിൽ നിന്ന താരങ്ങളുടെ വിവരങ്ങളാണിപ്പോൾ ഇന്നത്തെ മാത്രം ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാകുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്താണ് മണിക്കൂറുകൾ നീണ്ട ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് എക്സൈസിന് ലഭിച്ച നിർണായകമായ വിവരങ്ങൾ, വിശദാംശങ്ങൾ? ഭവ്യ, ഇന്ന് രാവിലെ മുതൽ 10 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലാണ് ആലപ്പുഴ എക്സൈസ് ആസ്ഥാനത്ത് നടന്നത്. ഇതിൽ തന്നെ ആദ്യം അതിരാവിലെ തന്നെ ഷൈൻ ടോം ചാക്കോ എത്തി. പിന്നീട് പിറകെ ശ്രീനാഥ് ഭാസിയും ഒപ്പം 9 മണിയോട് സൗമ്യയും എത്തി. 9:30 എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ, അന്വേഷണ ഉദ്യോഗസ്ഥനായ അദ്ദേഹം എത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. തുടർന്ന് നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലായിരുന്നു. സിനിമാ ലഹരി ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സൗമ്യ ഈ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ടല്ല, മറിച്ച് സിനിമാ മേഖലയിലെ ലഹരി വിൽപ്പനയും ഒപ്പം തന്നെ റിയൽ മീറ്റ് എന്ന പേരിൽ പെൺവാണിഭ ഇടപാടുകളും നടത്തുന്നതിനെ സംബന്ധിച്ച് ഇവർ വിശദാംശങ്ങൾ നൽകി. ഏകദേശം 120 പേജോളം നീളുന്ന ഇവരുടെ ട്രാൻസാക്ഷൻ ഡോക്യുമെന്റുകൾ വെച്ചായിരുന്നു, ബാങ്ക് ട്രാൻസാക്ഷൻ ഡോക്യുമെന്റുകൾ വെച്ച് എക്സൈസ് ഇവരെ ചോദ്യം ചെയ്തു. ഇടപാടുകൾ നടത്തി ഷൈനും ഒപ്പം തന്നെ ഷൈനുമായി പെൺവാണിഭ ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിച്ചു. ഒപ്പം ശ്രീനാഥ് ഭാസിയുമായുള്ള ഇടപാടുകളെ സംബന്ധിച്ചും അവർ പറഞ്ഞു. പക്ഷേ ഇവരുടെ ചോദ്യം ചെയ്യൽ ഏകദേശം 4 മണിക്കൂറോളം നീണ്ടപ്പോൾ ഷൈൻ ടോം ചാക്കോ ചില ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചു. അതായത് നാടകീയമായ രംഗങ്ങൾക്കായിരുന്നു എക്സൈസ് ഓഫീസർ വേദിയായത്. അവിടെ നിന്നും, അതായത് മുകളിലത്തെ നിലയിൽ നിന്നും തനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് പ്രകടിപ്പിച്ച ഷൈൻ, അതായത് ഷൈനെ തുടക്കത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നില്ല. തുടക്കത്തിൽ 1 മണിക്കൂറിനുള്ളിൽ തനിക്ക് പോകേണ്ടതുണ്ട്, താൻ ചികിത്സയിലാണെന്ന് പറഞ്ഞിരുന്ന ഷൈനെ ഏറ്റവും ഒടുവിൽ ചോദ്യം ചെയ്യാനാണ് എക്സൈസ് സംഘം തീരുമാനിച്ചിരുന്നത്. സൗമ്യയുടെ ചോദ്യം ചെയ്യൽ ഉച്ചയോട് അടുത്തതോടുകൂടി ഷൈൻ ചില അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു. വിഡ്രോവലിന്റെ ചില പ്രശ്നങ്ങൾ കാണിച്ചു. മുകളിലത്തെ നിലയിൽ നിന്ന് താഴത്തേക്ക് ഓടി ഇറങ്ങി മാധ്യമങ്ങളെ കണ്ടതോടെ തിരിച്ചോടി കയറുകയായിരുന്നു. തുടർന്ന് തന്റെ അച്ഛനെയും സഹോദരനെയും വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശ്രീനാഥ് ഭാസിയുടെ അച്ഛൻ അവർക്കൊപ്പമുണ്ട്, തന്റെ അച്ഛനെയും വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഫോണിൽ ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഷൈന്റെ സഹോദരൻ അകത്തേക്ക് കയറി പോവുകയായിരുന്നു. തുടർന്ന് സഹോദരൻ അവിടെ എത്തി. അച്ഛൻ വരുന്നത് വരെ സഹോദരൻ അവിടെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ നാടകീയമായ രംഗങ്ങളായിരുന്നു. ഈ ചോദ്യം ചെയ്യലിന്റെ ഘട്ടത്തിലൊക്കെ തന്നെ വിഡ്രോവൽ സംബന്ധിച്ച പ്രശ്നങ്ങൾ ഷൈൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല താൻ കഞ്ചാവല്ല, ലഹരി വസ്തുവാണ്, അതായത് രാസലഹരിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഷൈൻ തുറന്ന് സമ്മതിച്ചു. തനിക്ക് അതിൽ നിന്ന് മോചനം നേടണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള ചികിത്സ വേണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ വെച്ചു. ഒപ്പം ഇവർ തമ്മിലുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പെൺവാണിഭ ഇടപാടുകളുമായി ബന്ധപ്പെട്ട എക്സൈസിന് നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട ഹൈബ്രിഡ് കേസുമായി കണക്ട് ചെയ്യുന്ന രേഖകൾ ഇനിയും സംശയ ദൂരീകരണം വരുത്താനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ. തീർച്ചയായും ദയവായി തുടരുക, ഒരു നിമിഷം തുടരുക ശരണ്യ. നമുക്ക് ആ എക്സൈസ് കമ്മീഷണറുടെ വാക്കുകളൊന്ന് കേൾക്കണം, ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്കൊന്നും ഇപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ല. നമ്മൾ 3 പേരെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നത്. അതിൽ ഒരാളിനെ നമ്മൾ ഷൈനിനെ നമ്മൾ സേക്രഡ് ഹാർട്ട്സ് തൊടുപുഴയിൽ ഡി അഡിക്ഷന് വേണ്ടി വിട്ടിട്ടുണ്ട്. മറ്റ് 2 പേരെ നമ്മൾ ചോദ്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഡൗട്ടിന്റെ ക്ലാരിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് ഇവരെ വിളിച്ചു വരുത്തുള്ളത്. ചില ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നു, അത് ക്ലാരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ കുറെ ഭാഗങ്ങൾ ഞങ്ങൾക്ക് ക്ലാരിഫൈ ആയിട്ടുണ്ട്. പിന്നെ ഷൈനെ സംബന്ധിച്ചിടത്തോളം അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ബോധ്യമായി. ആ ഡ്രഗ് അഡിക്റ്റിനെ നമുക്ക് നൽകേണ്ടത് ചികിത്സയാണ്. ആ ചികിത്സ നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അയാളെ തൊടുപുഴയിലുള്ള SH ഹോസ്പിറ്റൽ, അത് ഹോസ്പിറ്റൽ അവർ പ്രിഫർ ചെയ്തതാണ്, ആ ഹോസ്പിറ്റലിലേക്ക് തൽക്കാലം ഞങ്ങൾ വിട്ടിരിക്കുന്നത്. അല്ല, ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയെന്നോ അല്ലാതുള്ള ഒരാളെന്നോ ഇല്ല. ഞങ്ങൾ ഈ ഡ്രഗ് കേസാണ്, ആ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെ ഇടപാടുകളുണ്ടോ അവരെ നമ്മൾ വിളിച്ച് ചോദിക്കും. ഇവരുമായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യേണ്ട. ഇപ്പം ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രം ആവണം എന്നില്ലല്ലോ, മറ്റ് പല കാര്യങ്ങളും ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ വന്ന ഒരു സൗമ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വിളിച്ചു. പിന്നെ ഇവരെ 2 പേരെയും വിളിച്ചു. അങ്ങനെ വേറെ പല ആൾക്കാരെയും വിളിക്കുന്നുണ്ട്. നിങ്ങൾ ഈ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരെ മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. അതുകൊണ്ടാണ് സൗമ്യ വീണ്ടും പേരുകൾ അത് നമുക്കിപ്പം പറയാൻ കഴിയില്ല. അത് പറയാൻ കഴിയില്ല. ഞാൻ പറയില്ലേ, കേസിന്റെ മെറിറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും പറയാൻ കഴിയില്ല.
ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, പ്രധാനമായും അറിയേണ്ടത് ഇവിടെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുണ്ടായിരുന്നു. ആ ഉത്തരങ്ങൾ പൂർണ്ണമായി ലഭിച്ചോ എക്സൈസിന്? അതല്ലെങ്കിൽ ഇനിയൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ? എന്താണ് അത് സംബന്ധിച്ച് അറിയാൻ സാധിച്ചത്? ഒപ്പം തുടക്കം മുതൽ നമ്മൾ ആവർത്തിക്കുന്ന ഒന്നാണ്, ഇവിടെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒന്നും ഈ രണ്ട് പേരിൽ അവസാനിക്കുകയില്ല. സിനിമാ മേഖലയിലെ ലഹരി ബന്ധങ്ങൾ, ലഹരി ഇടപാടുകൾ, തുടർന്ന് ഇന്ന് വെളിപ്പെട്ട മറ്റിടപാടുകളൊന്നും ഈ രണ്ട് പേരുകൾ അവസാനിക്കില്ല എന്ന് അത്തരത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് മറ്റ് നടന്മാരിലേക്കോ സിനിമാ മേഖലയിലെ മറ്റ് പ്രവർത്തകരിലേക്കോ ചോദ്യമുന നീണ്ടിട്ടുണ്ടായിരുന്നു. അറിയാൻ സാധിച്ചിട്ടുണ്ടോ വിശദാംശങ്ങൾ ശരണ്യ? സൗമ്യയിൽ നിന്നും അത്തരത്തിൽ ചില ചലച്ചിത്ര നടന്മാരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇടപാടുകൾ സംബന്ധിച്ച് അത് എക്സൈസ് അനൌദ്യോഗികമായി നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സൗമ്യയോ അല്ലെങ്കിൽ ക്രിസ്റ്റീനയോ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാനാകില്ല. മറിച്ച് അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം അത്തരം സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാകുമെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല ഈ ഇടപാടുകൾ, അതായത് ഈ ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളല്ല, മറിച്ച് അതിനുമപ്പുറം മറ്റ് ലഹരി വിൽപ്പനയും പെൺവാണിഭ റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ സംബന്ധിച്ചുള്ള ട്രാൻസാക്ഷൻസ് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇപ്പോൾ എക്സൈസിൽ ലഭിച്ചിട്ടുള്ളത്. ഈ പർട്ടിക്കുലർ കേസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ ഇനിയും സംശയ ദൂരീകരണം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അതിനകത്ത് ഇനി ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വന്നാൽ അതിന് വേണ്ടി വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തും എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. അതായത് അവരെ ചോദ്യം ചെയ്യൽ പൂർണ്ണമായി എന്ന് എക്സൈസ് സംഘം നമ്മളോട് സമ്മതിക്കുന്നില്ല. ഈ സൗമ്യയോട് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വീണ്ടും ഹാജരാകേണ്ടി വരും, ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സൗമ്യ ഈ കേസിൽ പ്രതി ചേർക്കാം എന്നുള്ള ഒരു ആലോചനയിലേക്ക് എക്സൈസ് എത്തിയിരുന്നു. പക്ഷേ പിന്നീട് അതിനകത്ത് കൂടുതൽ തെളിവുകളിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിൽ പ്രതി ചേർക്കപ്പെട്ടാൽ ചില ജാമ്യമടക്കം ലഭിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ പ്രതി ചേർക്കേണ്ടതില്ല, കൂടുതൽ തെളിവുകൾ ചേരേണ്ടതുണ്ട്. അത് എടുത്തതിന് ശേഷം മാത്രം മതി പ്രതി ചേർക്കൽ നിലപാടിലേക്ക് അവസാനം മാറുകയായിരുന്നു. എന്തായാലും ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട് നാളെയും ചോദ്യം ചെയ്യൽ തുടരും. ശരി, ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. നന്ദി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പ്രമുഖ റാപ്പർ വേടന്റെ മാലയിലുള്ളത് പുലിപ്പല്ല് തന്നെയെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ്. കൊച്ചി കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലെത്തി നടത്തിയ പരിശോധനയിലാണ് മാലയിൽ ഉണ്ടായിരുന്നത് പുലിപ്പല്ല് തന്നെയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ വേടനെന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വനംവകുപ്പ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. നാളെ കോടതിയിൽ ഹാജരാക്കും. പക്ഷെ ഒന്ന് എല്ലാവർക്കും ഗുണമുള്ളതാണ്. അതിനിടെ വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ഒരു വടിവാളും വാക്കത്തിയും പോലീസ് കണ്ടെടുത്തു. ഇതോടെ ആയുധ നിയമം ചുമത്തി വേടനെതിരെ കേസെടുത്തു. നേരത്തെ ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയതിനെ തുടർന്ന് വേടനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃപ്പൂണിത്തുറ പോലീസ് നടത്തിയ പരിശോധനയിലാണ് വേടൻ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. ആൾട്ട് പ്ലസ് ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു 9.5 ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട്. അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും. എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല. അത് അവരുടെ മേശപ്പുറത്തും മറ്റൊക്കെ സൂക്ഷിച്ചു ഉപയോഗിച്ചിരുന്ന അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമപരമായ നടപടി ചെയ്യുന്നു. അതെ, കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ അറിവ് കിട്ടിയതിന് പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവർ ഷോയ്ക്ക് കിട്ടിയ പണമായിരുന്നു പറഞ്ഞത്. ഒരു 9.5 ലക്ഷം രൂപ. അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സിന് ഷെയർ ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞത്. അവർ നിലവിൽ 9 പേരാണ്. 9 പേര് അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ്.
പ്രമുഖ റാപ്പർ വേടന്റെ മാലയിലുള്ളത് പുലിപ്പല്ല് തന്നെയെന്നാണ് വനം വകുപ്പിന്റെ സ്ഥിരീകരണം. ഇതുമായി ബന്ധപ്പെട്ട് വേടൻ കുടുങ്ങി എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. ഏറ്റവും പ്രധാനമായി താൻ പോകുന്ന വേദികളിലെല്ലാം കുട്ടികളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, അത് നിങ്ങളുടെ ശരീരത്തിനെ നശിപ്പിക്കുമെന്നാവർത്തിക്കുന്ന വേടനെയാണ് ഇന്ന് രാവിലെ കഞ്ചാവ് കേസിൽ എക്സൈസ് പിടികൂടിയത് എന്നതായിരുന്നു ഏറെ അവിശ്വസനീയമായി നമ്മൾക്ക് തോന്നിയ ഒന്ന്. ആജ്ഞ രവീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, ഞാൻ പറഞ്ഞു വെച്ചതുപോലെ തന്നെ പോകുന്ന വേദികളിലെല്ലാം കുട്ടികളെ ലഹരി ഉപയോഗിക്കരുത്, ലഹരി നിങ്ങളുടെ ശരീരത്തിനെ കാർന്നു തിന്നും എന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന വേടനെയാണ് ഇന്ന് കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തത്. അതൊന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് വേടന് പുലിപ്പല്ല് തന്നെ വിനയായി അല്ലേ? ശരിക്കും ഭവ്യ, കാരണം 6 ഗ്രാം കഞ്ചാവാണ് വേടന്റെ കൈവശം നിന്ന് പിടിച്ചെടുത്തിരുന്നത്. അത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പ് തന്നെയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചതും അങ്ങനെ തന്നെയാണ്. സ്റ്റേഷനിൽ ഹാജരാക്കിയാൽ ഇവർക്ക് 9 പേർക്കും ജാമ്യത്തിൽ പോകാൻ പറ്റുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കിയത്. അതേസമയം ഈ പരിശോധനയ്ക്കിടെയാണ് പോലീസിന് ഈ വേടന്റെ കഴുത്തിൽ കിടക്കുന്ന മാല ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാണ് പോലീസ് അത് സംശയം തോന്നിയപ്പോഴാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയതും അവർ പരിശോധന നടത്തിയതും. ആദ്യം തായ്ലൻഡിൽ നിന്ന് കിട്ടിയ മാല എന്നാണ് പറഞ്ഞത്. തായ്ലൻഡിൽ നിന്ന് അത് ലഭിച്ചത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് വേടൻ അത് കൃത്യമായി സ്ഥിരീകരിക്കും. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആരാധകൻ സമ്മാനമായി നൽകിയതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പുലിപ്പല്ല് അല്ലെങ്കിൽ പുലിനഖം പോലെയുള്ള വന്യജീവികളുടെ പല്ലും നഖവും ഒക്കെ സൂക്ഷിക്കൽ വകുപ്പ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് വനംവകുപ്പ് കേസെടുക്കുക. അതായത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് വനംവകുപ്പ് കേസെടുക്കുക. ആ ഒരു സാഹചര്യത്തിൽ ഈ കഞ്ചാവ് കേസിൽ വേടന് കിട്ടുമായിരുന്ന ഇളവ് ഇല്ലാതെയാവുകയാണ്. അതായത് ഇനി സ്റ്റേഷനിൽ ഹാജരാക്കിയാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും നേരെ ഫോറസ്റ്റുകാർക്ക് കൈമാറുകയും ചെയ്തു. ഇതിനിടയിൽ ആയുധം കണ്ടെത്തിയിരുന്നു. ഇവരുടെ ഫ്ളാറ്റ് പരിശോധിച്ചപ്പോൾ ആയുധ നിയമം നിലനിൽക്കുമോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയായിരുന്നു. എന്നാൽ ആയുധ നിയമം നിലനിൽക്കില്ല എന്ന് തന്നെയാണ് സ്ഥിരീകരണം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് മറ്റൊരു തരത്തിലേക്ക് മാറുമായിരുന്നു. കാരണം ആയുധം കൈവയ്ക്കൽ, അതായത് പ്രത്യേകിച്ചും മാരകായുധങ്ങൾ കൈവയ്ക്കൽ, ഇതും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് വരിക. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കോടതി റിമാൻഡ് ചെയ്ത ശേഷമേ കോടതിയിൽ തന്നെ ഈ കസ്റ്റഡി അപേക്ഷ നൽകുകയായിരുന്നു ഫോറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ആയുധ നിയമം നിലനിൽക്കാത്ത സാഹചര്യത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമ്പോൾ തന്നെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയെങ്കിൽ അത് മിനിമം റിമാൻഡ് കാലാവധിയെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ട ഒരു ശിക്ഷ കൂടിയാണ്, ഒരു കുറ്റകൃത്യം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ വേടനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്നാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും അറിയാൻ കഴിയുന്നത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനിലാണ് കേസ് നടക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വേടന്റെ ഫ്ളാറ്റിൽ പരിശോധന നടത്തുന്നതും 6 ഗ്രാം കഞ്ചാവ് കണ്ടെത്തുന്നതും. അതോടൊപ്പം 9.5 ലക്ഷം രൂപയും കണ്ടെത്തിയിരുന്നു. അതേസമയം അത് പ്രോഗ്രാമിന് ലഭിച്ച റെമ്യൂണറേഷനാണ്. അത് മറ്റുള്ളവർക്ക് വീതിച്ചു നൽകാൻ വേണ്ടിയാണ് അവിടെ ഫ്ളാറ്റിൽ വെച്ചിരുന്നത് എന്നാണ് വേടൻ പറഞ്ഞ മറുപടി. അതിൽ പോലീസിന് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. പക്ഷേ ഏത് വഴിയിലാണ് വേടന് കഞ്ചാവ് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. അത് സോഴ്സ് വെളിപ്പെടുത്താൻ തൽക്കാലം പോലീസ് തയ്യാറല്ല. പക്ഷേ അത് കൂടുതൽ അന്വേഷണത്തെ അല്ലെ തുടരന്വേഷണത്തെയൊക്കെ ബാധിച്ചേക്കാമെന്നൊരു ആശങ്കയുള്ളത് കൊണ്ടാണ് അത്തരം നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കാത്തത്. എന്നിരുന്നാൽ പോലും അവസാനമായി അതിൽ വ്യക്തത വരികയാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഈ വേടനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭവ്യ, തീർച്ചയായും വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി. ഇടുക്കിയിൽ സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ റാപ്പ് ഷോ ഒഴിവാക്കി. വേടനെ കഞ്ചാവ് കേസിൽ പിടിച്ച സാഹചര്യത്തിലാണ് ഈ തീരുമാനം. സിനിമാ സെറ്റുകളിൽ ലഹരി പരിശോധന നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ന്യൂസ് 18നോട് കോടതി തന്നെ ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും കമ്മീഷണർ ന്യൂസ് 18നോട് പറഞ്ഞു. അതേസമയം സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയ്ക്കും കഞ്ചാവ് എത്തിച്ചയാളെ കണ്ടെത്താൻ എക്സൈസ് അന്വേഷണം തുടരുകയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം സംവിധായകരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. സിനിമാ സെറ്റുകളിലേക്ക് ഇപ്പോൾ സിനിമാ സംവിധായകരടക്കം പിടികൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സിനിമാ സെറ്റുകളിലേക്ക് ഒരു പരിശോധനകൾ വേണ്ടി വരില്ലേ? നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതുകൂടെ പരിശോധിക്കാം. എങ്ങനെ സാർ ഈ സിനിമാ ആളുകൾ ഇതിനെ ഉൾപ്പെടുന്നതിനെ എങ്ങനെ കാണുന്നത് സാർ? അങ്ങനെയൊന്നുമില്ല. നമ്മൾ
ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രോപ്പറായ നടപടി തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കും. സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൽ പ്രതികരണവുമായി നടനും നിർമ്മാതാവുമായ പ്രേം പ്രകാശ് സമൂഹത്തിന് മുൻപിൽ സിനിമാ മേഖലയുടെ ഇമേജ് തകരുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരുടെ കയ്യിൽ നിന്നാണ് ലഹരി പിടിച്ചത് ഞെട്ടലുണ്ടാക്കിയെന്നും കഠിന ശിക്ഷ ഉണ്ടെങ്കിലേ ലഹരി തടയാൻ സാധിക്കൂ എന്നും പ്രേം പ്രകാശ് പറഞ്ഞു. സമൂഹത്തെ വളരെ പറഞ്ഞില്ലേ, ഒരു ഇമേജ് നഷ്ടപ്പെടുകയാണ്. സിനിമാക്കാരോട് നമ്മുടെ പ്രേക്ഷകർക്കുള്ള ആ ഒരു സമീപനം തന്നെ മാറിപ്പോകും. ഇവരൊക്കെ ഇങ്ങനെയാണോ? സത്യത്തിൽ അവരാലോചിക്കണം, അവർക്കൊക്കെ കുടുംബമില്ലേ, മാതാപിതാക്കളില്ലേ, സഹോദരങ്ങളില്ലേ? വളരെ മോശമായി. ഇതിനൊക്കെ ബേസ് ഞാൻ പറയുന്നത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കുടുംബത്തിലെ അന്തരീക്ഷങ്ങൾ, മാതാപിതാക്കളുടെ ശ്രദ്ധക്കുറവ് വളരെയുണ്ട്. പിന്നെ ഒന്ന് ഗവൺമെന്റിന്റെ തന്നെയാണ്. വേണ്ടവണ്ണമുള്ളൊരു ശിക്ഷയോ ഒന്നും കൊടുക്കാതെ ചെയ്താൽ എന്ത് ചെയ്യും? പിടിക്കപ്പെട്ടാലും രക്ഷപ്പെടാൻ മാർഗങ്ങളുണ്ടാവും. അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലേ? തിരിച്ചെത്താം മറ്റു പ്രധാന വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തയിലേക്ക്. കൊല്ലം ഓയൂരിൽ ഭർത്തൃവീട്ടിൽ നരകയാതന അനുഭവിച്ച് മരിച്ച തുഷാരയെ എങ്ങനെ മറക്കാനാകും? ഭക്ഷണമോ വെള്ളമോ നൽകാതെ പൂട്ടിയിട്ട മുറിക്കുള്ളിൽ തുഷാര മരണവെപ്രാളമെടുത്തപ്പോൾ സ്ത്രീധനം കുറഞ്ഞുപോയതിന് മരണശിക്ഷ നൽകിയ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും കോടതി ശിക്ഷിച്ച ദിവസമായിരുന്നു ഇന്ന്. പ്രതികളായ ചന്തുലാൽ, അമ്മ ഗീതാലാലി എന്നിവരെയാണ് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചത്. 2013 തുഷാരയുടെയും ഗ്രാഫിക് ഡിസൈനറായിരുന്ന ചന്തുലാലിന്റെയും വിവാഹം. വിവാഹ സമയത്ത് നൽകാമെന്ന് സമ്മതിച്ചിരുന്ന സ്ത്രീധന തുകയിൽ 2 ലക്ഷം രൂപ കുറവ് വന്നിരുന്നു. ഇതായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. 3 വർഷത്തിനുള്ളിൽ പണം നൽകണമെന്ന ധാരണയിൽ തുഷാരയിൽ നിന്നും ഉടമ്പടി പത്രം ചന്തുലാലും അമ്മ ഗീതാലാലിയും വാങ്ങി. എന്നാൽ 3 മാസമായതോടെ പ്രതികൾ പണത്തിന്റെ പേരിൽ നിരന്തരം തുഷാരയോട് പീഡനം തുടർന്നു. സ്വന്തം കുട്ടികളെ പോലും കാണാനോ താലോലിക്കാനോ വീട്ടുകാർ സമ്മതിച്ചില്ല. 2019 മാർച്ച് 21 രാത്രിയിലാണ് തുഷാരയുടെ മരണവിവരം വീട്ടുകാർ അറിയുന്നത്. ഭക്ഷണം നൽകാതെ പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. 302 നിലനിൽക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു മരണം സംഭവിക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഈ കുട്ടിയെ 48 കിലോ ഉണ്ടായിരുന്ന കുട്ടി 21 കിലോയിലോട്ട് വെയിറ്റ് കുറഞ്ഞു വരുന്ന സമയത്ത് ഇതിന് വേണ്ട ട്രീറ്റ്മെൻറ്റോ ഇതിനു വേണ്ട ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെയാണ് ഇതിലോട്ട് എത്തുന്നത്. മൃതശരീരത്തിന്റെ ഭാരം വെറും 21 കിലോഗ്രാം മാത്രമായിരുന്നു. ആമാശയത്തിൽ ഭക്ഷണ വസ്തുവിന്റെ അംശം ഇല്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തെളിഞ്ഞു. തൊലി എല്ലിനോട് ചേർന്ന് മാംസമില്ലാത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ശാസ്ത്രീയമായ തെളിവുകളും ദൃക്സാക്ഷി മൊഴിയും കേസിൽ നിർണായകമായി. പറയപ്പെട്ട അമ്മ ആരാണെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഗീതയാണെന്നാണ് ടീച്ചറിനോട് പറയുന്നത്. ടീച്ചർ 7ാം സാക്ഷിയാണ്. മിനി വർഗീസ് എന്ന ടീച്ചറുണ്ട്. ടീച്ചർ 7ാം സാക്ഷി. ടീച്ചറിൻ്റെ ഒക്കെ പറഞ്ഞിരിക്കുന്നത് ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ അമ്മയുടെ പേരെന്ന് ചോദിച്ചപ്പോൾ ഗീത എന്നാണ്. അവർ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്, തുഷാര മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പത്രവാർത്തകളിലൂടെയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് തുഷാര എന്നാണെന്ന് അറിയുന്നത്. 25 സാക്ഷികൾ, 35 തെളിവുകൾ എന്നിവ കോടതിയിൽ ഹാജരാക്കി. അമ്മ കിടപ്പ് രോഗിയാണെന്ന് മക്കൾ പറഞ്ഞിരുന്നതായുള്ള ടീച്ചറുടെ മൊഴി നിർണായകമായി. തുഷാരയെ മർദ്ദിക്കുന്നത് കണ്ടതായുള്ള അയൽവാസി ലിസിയുടെ സാക്ഷിമൊഴിയും കേസിന് ബലം കൂടി. ഒരു ഘട്ടത്തിൽ 3 മാസം വിവാഹം കഴിഞ്ഞ് 3 മാസം ആയപ്പോൾ തന്നെ സ്ത്രീധനം ആവശ്യപ്പെട്ട് ഞങ്ങളെ ശല്യം ചെയ്യാൻ തുടങ്ങിയാണ്. അന്ന് മുതൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മൾ അകത്തോട്ട് അവിടെ ചെല്ലാനോ പിടിക്കാനോ ഒന്നും. എൻ്റെ മകള് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള പോലീസ് കേസ് കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒന്നും അവർ അനുവദിക്കാനോ നമുക്ക് പറ്റത്തില്ലായിരുന്നു. അതായിരുന്നു സാഹചര്യം. പൊതു ഉദ്ദേശത്തോടെ പ്രതികൾ കൊലപാതകം നടത്തിയെന്നും സ്ത്രീധന പീഡനം മരണത്തിനിടയാക്കിയെന്നും കോടതി കണ്ടെത്തി. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജി എസ് സുഭാഷാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ന്യൂസ് 18 കൊല്ലം. തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ മെയ് 6 വിധി പറയും. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിചാരണയ്ക്കിടെ തനിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന് കോടതിയിൽ പ്രതി കേതൽ ജിൻസൺ രാജ വാദിച്ചു. കൊലപാതകം നടന്നപ്പോൾ താൻ തിരുവനന്തപുരത്ത് ഇല്ലായിരുന്നുവെന്നും ആ സമയം ചെന്നൈയിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്നുമാണ് കേതലിന്റെ വാദം. ഇടവേള.
തിരികെ വാർത്തയിലേക്ക്. പ്രശസ്ത സിനിമാ സംവിധായകനും ഛായാഗ്രഹകനുമായ ഷാജി എൻ കരുൺ അന്തരിച്ചു. വൈകുന്നേരം 5 മണിയോടെ വഴുതക്കാട്ടെ വസതിയായ പിറവിയിലായിരുന്നു അന്ത്യം. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന പ്രസിഡന്റും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാനുമാണ് അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ JC ഡാനിയൽ പുരസ്കാരം ദിവസങ്ങൾക്ക് മുൻപാണ് ഷാജി എൻ കരുണിന് സമ്മാനിച്ചത്. പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചിരുന്നു. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയെയാണ് രാജ്യത്തിന് നഷ്ടമായത്. സംസ്കാര ചടങ്ങുകൾ നാളെ വൈകിട്ട് 4-ന് ശാന്തി കവാടത്തിൽ വെച്ച് നടക്കും. രാവിലെ മുതൽ വഴുതക്കാട്ടെ വസതിയിൽ പൊതുദർശനം ഉണ്ടാകും. ഞങ്ങളെ സുഹൃത്തുക്കളെയും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് എത്രത്തോളം മലയാള സിനിമയിൽ ഞങ്ങൾക്കൊക്കെ ഒരു സ്ഥാനം ഉണ്ടാക്കി തരാൻ ശ്രമിച്ച ഒരു സംവിധായകനാണ്. ഞാനും ഷാജിയും തമ്മിൽ വളരെ കാലമായിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ അവസാനം വരെയുള്ള സിനിമകളിൽ അഭിനയിക്കുകയും AKG അഭിനയിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് സ്വപ്നങ്ങൾ, ഇത് മാത്രമല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കസ് ചെയ്തിട്ട് വളരെ കാര്യമായിട്ട് ഞാനും ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹം KSFDC ചെയർമാനായിട്ട് വരുമ്പോൾ രണ്ടുപേരും ഓരോ കാര്യങ്ങൾ സിനിമയുടെ കാര്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നല്ല സഹകരണമായിരുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും വരും. അപ്പോഴാണ് ഞാനിങ്ങനെ ഇതേ രോഗം ബാധിച്ചു ഒരു വലിയ സിസേറിയനൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എന്നെ കാണാൻ വൈകുമായിട്ട് വീട്ടിൽ വന്ന ആളാണ് ഷാജി. ആ ഷാജി ഞാൻ പോകുന്നതിന് മുമ്പ് പോകുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല. ബന്ധം ഉണ്ടായിരുന്നു, എന്ത് കാര്യം ഉണ്ടായിരുന്നു വിളിക്കുകയും ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്നെയും അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളിലും വളരെ നോട്ടബിളായിട്ടുള്ള റോളുകൾ തരികയും AKGയിലൂടെ എന്നെ ഒരിക്കലും നിഷേധിക്കാനൊക്കാത്ത വിധത്തിലൊരു സ്ഥാനത്തെത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. നിരന്തരമായിട്ടുള്ള എല്ലാവിധ ബന്ധങ്ങളും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. കുടുംബമായിട്ട് വളരെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് അടുക്കുന്നവരടുത്ത് വളരെയേറെ അടുത്ത് പ്രവർത്തിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഷാജിക്കുണ്ട്. അങ്ങനെ ഒരു ആൾക്കാരെ കൂട്ടമായിട്ട് കൂടെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം. അത് വലിയൊരു ദുഃഖവാർത്ത തന്നെയാണ്. ഞാൻ കേട്ടപ്പോൾ വലിയ ദുഃഖം തോന്നി. ശരിക്ക് ഷാജി എൻ കരുൺ നമ്മളുടെ ഭാരതത്തിൻ്റെ ഒരു 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 രത്നമായിരുന്നു. ശരിക്കും നോക്കുകയാണെങ്കിൽ ആരെങ്കിലും ഇന്ത്യയിലെ ടോപ്പ് 5 or 6 ഡയറക്ടറിനെ കുറിച്ച് സംസാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് അതിലുണ്ടാവും. തിരുവനന്തപുരത്തിൽ ജനിച്ചതെങ്കിലും ഇവിടെ വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടെ ഗ്രാജുവേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പൂനെ പോയിട്ട് FTI പഠിച്ചതും. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ പിറവി എൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിന് 35-36 വയസ്സായിരിക്കുമ്പോഴാണ് പിറവി വന്നത്. അത് നമ്മുടെ ഭാരത നാഷണൽ അവാർഡ് മാത്രമല്ല കാനിൽ പോയിട്ട് സ്പെഷ്യൽ മെൻഷനും കൂടി കിട്ടിയ ഒരു സിനിമയാണ്. ഒരു മഹാൻ സിനിമക്കാരൻ നമ്മളെ വിട്ടുപോയി. പക്ഷെ അത് മാത്രമല്ല അദ്ദേഹം ശരിക്ക് പല വിധത്തിലും അദ്ദേഹത്തിനെ നമ്മൾ ഓർക്കുന്ന എപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ദുഃഖം എങ്ങനെ കാണിക്കും, മനുഷ്യൻ്റെ വേദന, ഹാർട്ട് ബ്രേക്ക് എങ്ങനെയാണ് കാണിക്കാൻ സാധിക്കുക സിനിമയിൽ അദ്ദേഹത്തെ പോലെ വേറെ ആർക്കും സാധിച്ചിട്ടില്ല. ശരിക്ക് ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപോകുന്നത് ഒരു വിധത്തിൽ നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ സ്വന്തം സിനിമ പോലെ നമ്മളെ വിട്ടുപോയിരിക്കണം. ആ ദുഃഖത്തിൻ്റെ ഒരു നിമിഷമാണിത്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ കാണുന്ന ഒരു സീൻ പോലെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ കേരളത്തിനെയും തിരുവനന്തപുരത്തിനും മാത്രമല്ല ഭാരതത്തിൻ്റെ ഒരു വലിയൊരു നഷ്ടമാണ്, സിനിമ ലോകത്തിൻ്റെ ഒരു നഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിനെ പ്രേമിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹാർട്ട് ഫെൽ കണ്ടോളൻസസ്. വലിയൊരു നഷ്ടമായിട്ടാണ് ഞാൻ തോന്നുന്നത്. ലോക സിനിമാ വേദിയിൽ മലയാള സിനിമയുടെ അഭിമാനടയാളമായി നിന്ന ചലച്ചിത്രകാരനാണ് ഷാജി എൻ കരുൺ. മികച്ച സിനിമകളും ഉറച്ച രാഷ്ട്രീയ നിലപാടും ആർജവത്തോടെ അടയാളപ്പെടുത്തിയ സംവിധായകനും ഛായാഗ്രഹകനുമാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഷാജി എൻ കരുൺ മലയാളത്തിന്റെ നവതരംഗ സിനിമയിൽ പ്രതിഭ കൊണ്ട് കയ്യപ്പെട്ട ചലച്ചിത്രകാരൻ, ലോകവേദിയിൽ മലയാള സിനിമയുടെ സ്ഥാനമുറപ്പിച്ച സംവിധായകൻ. പിറവി, സ്വം, വാനപ്രസ്ഥം വിഖ്യാതമായ കാൻ ഫെസ്റ്റിവലിൽ ഔദ്യോഗിക വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട 3 മലയാള ചിത്രങ്ങൾ. അപൂർവതയാണിത്. ഏതു സിനിമയ്ക്കും ഏതു സംവിധായകൻ. ലോക സിനിമയിൽ ഷാജി എൻ കരുൺ ആരായിരുന്നു എന്ന ചോദ്യത്തിന് നൽകാവുന്ന ഏറ്റവും ലളിതമായ മറുപടിയാണിത്. ആദ്യ ചിത്രമായ പിറവി 70ഓളം അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിച്ചു. 31 പുരസ്കാരങ്ങൾ നേടി. സ്വം കാനിൽ പാംദോറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു.
കൊല്ലം ജില്ലയിലെ കണ്ടച്ചിറയിൽ സാധാരണ കുടുംബത്തിൽ ജനനം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ MBBSന് ഇടയിൽ മുറിച്ച് നേരെ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. 1975 മെഡലോടെ ഛായാഗ്രഹണത്തിൽ ഡിപ്ലോമ. G. അരവിന്ദനൊപ്പം ഛായാഗ്രാഹകനായി നവതരംഗ സിനിമയുടെ മുൻനിരയിലേക്ക്. പിന്നീട് KG ജോർജിനും MD വാസുദേവൻ നായർക്കുമൊപ്പം അടിയന്തരാവസ്ഥയുടെ കെടുതികൾ അസാമാന്യ മികവോടെ അവതരിപ്പിച്ച പിറവിയുടെ സംവിധായകന്റെ ആർജവമുള്ള രാഷ്ട്രീയം കേരളം അതിനു മുമ്പേ കണ്ടതാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ മാനേജരായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി K. കരുണാകരന്റെ ചിത്രമെടുക്കാൻ വിസമ്മതിച്ചതിന് സസ്പെൻഷനിൽ നിന്നത് 3 വർഷമാണ്. ഷാജി N. കരുണിന്റെ ഓരോ ചിത്രത്തോടും ചേർത്തുവെക്കാൻ അന്തർദേശീയ, ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നിരവധി. ഫ്രഞ്ച് സർക്കാരിന്റെ ദ ഓർഡർ ഓഫ് ആർട്സ് ആൻഡ് ലെറ്റേഴ്സ്, പത്മശ്രീ. ഒടുവിൽ മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് കേരള സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരവും. പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കേരള സംസ്ഥാന സർക്കാരിന്റെ സർവാദരം ഇന്ന് മലയാള സിനിമയുടെ യശസ് വാനോളം ഉയർത്തിയ ശ്രീ ഷാജി N. കരുണിന് സമർപ്പിക്കപ്പെടുകയാണ്. മലയാള സിനിമയെ ലോക സിനിമാ നിലവാരത്തിലേക്ക് ഉയർത്താനായി 1975 സർക്കാർ ഇടപെടൽ ഉറപ്പാക്കിയ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ രൂപീകരിക്കാൻ മുന്നിൽ നിന്ന ദീർഘദർശി. 98 രൂപം കൊണ്ട സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. സ്വന്തം സിനിമകൾ കൊണ്ടും ഭാവിയെ മുന്നിൽ കണ്ടും മലയാള സിനിമയെ ലോക നിലവാരത്തിലേക്ക് നയിച്ച ചലച്ചിത്രകാരന് നന്ദി, വിട, അന്ത്യാഭിവാദ്യങ്ങൾ. കൾച്ചറൽ ഡെസ്ക്, ന്യൂസ് 18. ഭീകരർക്കായി തിരച്ചിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നടത്തിയ കൂടിക്കാഴ്ചയിൽ അതിർത്തിയിലെ സേനാവിന്യാസം ചർച്ചയായി. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകര സംഘത്തെ 4 തവണ ലൊക്കേറ്റ് ചെയ്തെങ്കിലും പിടികൂടാനായില്ല. ഒരു തവണ സുരക്ഷാ സേന വെടിയുതിർക്കുകയും ചെയ്തു. അന്വേഷണം ഏറ്റെടുത്ത NIA സംഘം ബംഗളൂരുവിലെത്തി കൊല്ലപ്പെട്ട ഭരത് ഭൂഷന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ശക്തമായ നടപടിയുമായി രാജ്യം മുന്നോട്ടു പോവുകയാണ്. ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അതിർത്തിയിലെ തയ്യാറെടുപ്പുകൾ പ്രധാനമന്ത്രിയെ അറിയിച്ചു. സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാനുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളും പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ ബോധിപ്പിച്ചു. കൂടിക്കാഴ്ച 40 മിനിറ്റ് നീണ്ടുനിന്നു. കശ്മീരിൽ ഭീകരർക്കായി സുരക്ഷാ സേനയുടെ വ്യാപക തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 5 ദിവസത്തിനിടെ 4 തവണയാണ് സുരക്ഷാ സേന പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ അടുത്തെത്തിയത്. അനന്ത്നാഗിലെ ഹപത്നാർ ഗ്രാമത്തിൽ വെച്ചാണ് ഭീകരരെ ആദ്യം കണ്ടത്. പിന്നീട് ത്രാൽ, കുൽഗാം, കോകർനാഗ് എന്നിവിടങ്ങളിൽ വെച്ചും ഭീകരരുടെ അടുത്തെത്തി. കുൽഗാമിൽ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ദുർഘടമായ ഭൂപ്രകൃതി മുതലെടുത്ത് ഭീകരർ രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണത്തിനിരകളായവരുടെ 2 മൊബൈൽ ഫോണുകൾ ഭീകരരുടെ കൈവശമുണ്ട്. ഇത് സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. കേസ് അന്വേഷണം ഏറ്റെടുത്ത NIA സാക്ഷികളുടെ മൊഴിയെടുക്കുന്നത് തുടരുകയാണ്. ബംഗളൂരുവിലെത്തിയ NIA സംഘം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭരത് ഭൂഷന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. അടുത്ത ദിവസം കൊച്ചിയിലെത്തി ഇടപ്പള്ളി സ്വദേശി N. രാമചന്ദ്രന്റെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ആയുധശക്തി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് 26 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങും. 63,000 കോടിയുടെ കരാറാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടത്. ഇന്ത്യക്ക് വേണ്ടി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്, നാവികസേന ചീഫ് വൈസ് അഡ്മിറൽ K. സ്വാമിനാഥൻ എന്നിവർ കരാറിൽ ഒപ്പിട്ടു. യുദ്ധക്കപ്പലുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന റഫേൽ വിമാനങ്ങൾ നാവികസേനയ്ക്ക് കൂടുതൽ കരുത്ത് പകരും. അതേസമയം പാകിസ്ഥാൻ കൂടുതൽ ആയുധങ്ങൾ ചൈനയ്ക്ക് കൈമാറി. PL-15 ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകളാണ് അടിയന്തരമായി വിതരണം ചെയ്തത്. വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനകളുമായി പാകിസ്ഥാൻ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോ. ഇന്ത്യയുടെ സുരക്ഷാ പരാജയത്തിൽ മോദി സർക്കാർ പാകിസ്ഥാനെ ബലിയാടാക്കുന്നു. നിഷ്പക്ഷമായ അന്വേഷണത്തിന് പാകിസ്ഥാൻ തയ്യാറാണെന്നും ബിലാവൽ ഭൂട്ടോ പറഞ്ഞു. At the moment, the terrorist attack took place in Indian occupied Kashmir. Pakistan does not have access to the Indian occupied Kashmir, which is the most militarized zone in the world, but we have offered to be part of any impartial inquiry into the incident, because we too want the truth to get out. We're sick and tired. Pakistan is sick and tired of the Modi government
scapegoating Pakistan for every single security failure within India, and then within the Indian context, him scapegoating the Muslims of Kashmir and Muslims elsewhere for his own internal problems. I think it would be helpful not only for Pakistan, but to address these concerns that India is insisting on. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയ പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഡോൺ, ജിയോ ന്യൂസ്, സമ ന്യൂസ് ഉൾപ്പെടെ 16 യൂട്യൂബ് ചാനലുകൾക്കെതിരെയാണ് നടപടി. ക്രിക്കറ്റ് താരം ഷുഹൈബ് അക്തറിന്റെ ചാനലിനും നിരോധനമുണ്ട്. അതേസമയം BBC-യുടെ ഉള്ളടക്കം കേന്ദ്ര സർക്കാർ നിരീക്ഷിച്ചു വരികയാണ്. പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ ഭീകരർ എന്നതിന് പകരം ആയുധധാരികൾ എന്നാണ് BBC വിശേഷിപ്പിച്ചത്. ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ച് കേന്ദ്രം BBC-യുടെ ഇന്ത്യ മേധാവിക്ക് കത്തയച്ചു. പാക് കസ്റ്റഡിയിലുള്ള BSF ജവാന്റെ ഭാര്യ പഞ്ചാബിലെ ഫിറോസ്പൂരിലേക്ക് കൊൽക്കത്തയിൽ നിന്നാണ് യാത്ര തിരിച്ചത്. അബദ്ധത്തിൽ അതിർത്തി കടന്ന BSF ജവാനും പൂനം ഷാ കഴിഞ്ഞ 5 ദിവസമായി പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ്. BSF അധികൃതരുടെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താനാണ് രജനിയുടെ തീരുമാനം. പഹൽഗാം സംഭവത്തിൽ സുരക്ഷാ ഏജൻസികളെ വിമർശിക്കുന്ന കോൺഗ്രസിന്റെ കേരളത്തിലെ സാമൂഹ്യമാധ്യമ അക്കൌണ്ടിലെ പോസ്റ്റ് ആയുധമാക്കി പാക് രാഷ്ട്രീയ നേതാക്കൾ. INC കേരള എന്ന എക്സ് അക്കൌണ്ടിലെ പോസ്റ്റാണ് മുൻ പാക് മന്ത്രി കൂടിയായ ഫഹാദ് ഹുസൈൻ ഇന്ത്യക്കെതിരെ ആയുധമാക്കുന്നത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നും പ്രതികരണങ്ങൾ സ്വാഭാവികമാണെന്നുമാണ് കോൺഗ്രസിന്റെ പ്രതികരണം. INC കേരള എന്ന എക്സ് അക്കൌണ്ടിലെ പോസ്റ്റ് ഇങ്ങനെ: അതിർത്തിയിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള പഹൽഗാമിലേക്ക് ആയുധവുമായി തീവ്രവാദികൾ എങ്ങനെയെത്തി? സുരക്ഷാ ഏജൻസികളെ വെട്ടിച്ച് തീവ്രവാദികൾക്ക് ആസൂത്രണം നടത്താൻ എങ്ങനെ കഴിഞ്ഞു? രാജ്യത്തെ പ്രധാന നഗരങ്ങളൊന്നും സുരക്ഷിതമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് പഹൽഗാം സംഭവം. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഈ പോസ്റ്റ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ പാർട്ടികൾ ആയുധമാക്കുകയാണ്. മുൻ പാക് മന്ത്രിയും തെഹ്രിക്ക് ഇൻസാഫ് പാർട്ടിയുടെ നേതാവുമായ ഫവാദ് ഹുസൈൻ INC കേരളയുടെ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റെന്ന വാദം ഉന്നയിക്കാൻ പാകിസ്ഥാൻ നേതാക്കൾ ഇത് ആയുധമാക്കുകയാണ്. എന്നാൽ ജനാധിപത്യ രാജ്യത്ത് ഇത്തരം പ്രതികരണങ്ങൾ സ്വാഭാവികമാണെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. മുംബൈ ആക്രമണ സമയത്ത് നരേന്ദ്രമോദി സമാന പ്രതികരണം നടത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയാണ്. ഇന്ത്യയിൽ ഭരണകൂടത്തിനെതിരെ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളിൽ പാകിസ്ഥാന്റെ രീതിയിലായിരിക്കില്ല ഇന്ത്യയിൽ ചോദ്യം ചെയ്യുക. ഇന്ത്യയിലെ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. ആ മറുപടി ഉണ്ടാകുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ മറുപടി പറയുന്നില്ലല്ലോ. പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ സർവകക്ഷി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ രാഷ്ട്രീയ പ്രചരണമായിട്ട് മുന്നോട്ട് പോവല്ലേ. കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടത്തിയ വിമർശനവും പാക് നേതാക്കൾ ആയുധമാക്കിയിരുന്നു. രാജ്യം സങ്കീർണ സാഹചര്യത്തിലൂടെ കടന്നുപോകുമ്പോൾ ശത്രു രാജ്യത്തിന് ആയുധം നൽകുന്നതാണ് കോൺഗ്രസിന്റെ നീക്കമെന്നാണ് BJPയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. KM എബ്രഹാമിന്റെ 12 വർഷത്തെ സ്വത്ത് വിവരങ്ങൾ CBI അന്വേഷിക്കുന്നു. കൊല്ലത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, മുംബൈയിലെ 3 കോടി വിലമതിക്കുന്ന അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തെ അപ്പാർട്ട്മെന്റ് എന്നിവ അന്വേഷണ പരിധിയിൽ വരും. വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12 വർഷ കാലയളവിലെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് 2003 ജനുവരി മുതൽ 2015 വരെയുള്ള കാലയളവിലെ KM എബ്രഹാമിന്റെ സ്വത്ത് സമ്പാദനത്തിലാണ് പരാതിയുള്ളത്. തിരുവനന്തപുരത്ത് തൈക്കാടുള്ള ഫ്ളാറ്റ് 1 കോടി രൂപ വിലമതിക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ മുംബൈയിലെ കൊഹിനൂർ സിറ്റിയിലെ 3 കോടി രൂപ വിലമതിക്കുന്ന ഫ്ളാറ്റ്, അതുപോലെ കൊല്ലത്ത് കടപ്പാക്കടയിലുള്ള 8 കോടി രൂപ വിലമതിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നിവയ്ക്കെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ജോമോൻ പുത്തമ്പുരയ്ക്കലാണ് ഹർജിക്കാരൻ. നേരത്തെ തന്നെ, അതായത് 2016 മാർച്ച് 17 ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഇതുമായി ബന്ധപ്പെട്ട വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിന് മുൻപാകെ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് സ്പെഷ്യൽ ജഡ്ജ് അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണ റിപ്പോർട്ടിൽ ആരോപണത്തിന് നിരക്കുന്ന അല്ലെങ്കിൽ ആരോപണം തെളിയിക്കുന്ന തെളിവുകളൊന്നുമില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ജഡ്ജ് ഈ ഹർജി തള്ളുന്ന സാഹചര്യമുണ്ട്. തുടർന്നാണ് ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 ജോമോൻ പുത്തമ്പുരയ്ക്കൽ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. തുടർന്ന് ഈ കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് 2025 ഏപ്രിൽ 11-നാണ് ഹൈക്കോടതി പ്രഥമ ദൃഷ്ട്യാ KM എബ്രഹാമിനെതിരെ തെളിവുണ്ട്
എന്ന് കണ്ടെത്തുകയും ഈ അന്വേഷണം CBI ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തുടർന്നാണ് CBI ഈ കഴിഞ്ഞ 25-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസെടുത്ത് വീണ്ടും ജോമോൻ പുത്തമ്പുരയ്ക്കൽ 25-ാം തീയതി പരാതി നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നിലവിൽ കിഫ്ബി CEO കൂടിയായ KM എബ്രഹാമിനെതിരെ അന്വേഷണം ശക്തമാക്കാൻ തന്നെയാണ് CBI തീരുമാനം. എന്നാൽ വിജിലൻസ് ഇതുവരെ അന്വേഷണ റിപ്പോർട്ട് CBIക്ക് കൈമാറിയിട്ടില്ല എന്ന പരാതി ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് CBIക്ക് കൈമാറാത്തെന്നുള്ള ചോദ്യവും ബാക്കിയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ KM എബ്രഹാമിനെതിരെ നടപടി കടുപ്പിക്കാൻ തന്നെയാണ് വിജിലൻസ് CBIയുടെ തീരുമാനം. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള 13 വകുപ്പിന്റെ വിവിധ വകുപ്പുകളാണ് പ്രകാരമാണ് KM എബ്രഹാമിനെതിരെ CBI കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പാലക്കാട് 3 10ാം ക്ലാസ് വിദ്യാർത്ഥിനികളെ കാണാതായി. ഷൊർണൂർ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട വിദ്യാർത്ഥിനികളെയാണ് കാണാതായത്. ശാസ്ത, അനുഗ്രഹ, കീർത്തന എന്നിവരെയാണ് രാവിലെ മുതൽ കാണാതായത്. മൂവരും ഷൊർണൂരിലെ സ്വകാര്യ സ്കൂളിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നവരാണ്. ടവർ ലൊക്കേഷൻ പ്രകാരം പെൺകുട്ടികൾ കോയമ്പത്തൂർ ഭാഗത്തുണ്ടെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഷൊർണൂർ ചെറുതുരുത്തി പോലീസ് ഉദ്യോഗസ്ഥർ സംയുക്തമായി പെൺകുട്ടികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കോട്ടയം തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഴകത്തുപടി കണ്ണമ്പള്ളി വീട്ടിൽ മല്ലികയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് പുലർച്ചെ വാർഡ് മെമ്പറെ വിളിച്ച് മല്ലിക ആത്മഹത്യ ചെയ്തതായി ഭർത്താവ് അനീഷ് അറിയിക്കുകയായിരുന്നു. മെമ്പർ പോലീസിനെ വിവരമറിയിച്ചു. രാത്രി ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി അനീഷ് പറയുന്നു. ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത്. തർക്കം രൂക്ഷമായപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് മല്ലിക പറഞ്ഞിരുന്നു. പിന്നീട് താൻ ഉറങ്ങിപ്പോയി എന്നും അനീഷ് പോലീസിനോട് പറഞ്ഞു. മദ്യപിച്ചതിൻ്റെ ഒരു ഇതായി ഉണ്ടായിരിക്കാം, നമുക്ക് തോന്നി പെട്ടെന്ന് അങ്ങോട്ട് സംഭവിച്ചാണെന്നുള്ളതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഒരു ആംബുലൻസും വിളിച്ചു, പോലീസ് സ്റ്റേഷൻ വിളിച്ചറിയിച്ചു. അപ്പോൾ 2 കൂട്ടരും വന്നു. ഞങ്ങൾ ഓടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അന്നേരം സംഭവിച്ച പോലെയല്ല, കുറേ നേരത്തെ സംഭവിച്ച പോലെ രക്തമെല്ലാം ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരുന്നു. അപ്പോൾ കുറേ നേരം ശരീരത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലും ഇത് മാറി രക്തം നന്നായിട്ട് കട്ട പിടിച്ച് ഉണങ്ങി വരുന്ന പരുവത്തിലായിരുന്നു. അനീഷിന്റെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇരുവരും ഒരുമിച്ചായിരുന്നു സ്ഥിരം മദ്യപാനം. ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച ശേഷം അനീഷ് ഉപദ്രവിക്കാറുണ്ടെന്ന് മല്ലിക തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 കോട്ടയം. വാക്സിൻ എടുത്ത ശേഷവും 5.5 വയസ്സുകാരിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. മലപ്പുറം പെരുവള്ളൂർ കാക്കത്തടം സ്വദേശിനിയായ പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാർച്ച് 29-നാണ് കുട്ടിക്ക് തെരുവുനായയുടെ കടിയേറ്റത്. മിഠായി വാങ്ങാൻ പുറത്തുപോയ കുട്ടിയെ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്കും കാലിനുമായിരുന്നു ഗുരുതരമായി മുറിവേറ്റിരുന്നത്. കുട്ടിയെ ആദ്യം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പേവിഷബാധയ്ക്കെതിരെയുള്ള IDRB വാക്സിനും നൽകി. എന്നാൽ കഴിഞ്ഞയാഴ്ച പനി ബാധിച്ച കുട്ടി പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പരിശോധനയിൽ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തലയ്ക്കേറ്റ മുറിവിന് ചികിത്സ നൽകി അന്ന് രാത്രി തന്നെ കുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരുന്നു. ഇത് ചികിത്സാ പിഴവെന്നാണ് ആരോപണം. ഇനിയൊരു കുട്ടിക്ക് ഇത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. കാരണം തെരുവുനായകളുടെ ശല്യം അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഇത് എന്ത് നിയമങ്ങൾ മാറ്റിമറിച്ചിട്ടെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. കുട്ടിക്കൊപ്പം 5 പേർക്ക് കൂടി ഇതേ നായയുടെ കടിയേറ്റിരുന്നു. ഇവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. വാക്സിൻ എടുത്തതിനു ശേഷം കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് വലിയ ആശങ്കയാണ് പ്രദേശത്ത് ഉയർത്തിയിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. മലപ്പുറത്ത് 5.5 വയസ്സുകാരിക്ക് പേവിഷബാധയേറ്റ സംഭവത്തിൽ കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെന്ന് പിതാവ് സൽമാൻ ഫാരിസ്. മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കുത്തിവയ്പ് എടുപ്പിച്ചിരുന്നുവെന്നും കാലിലെ മുറിവിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെന്നും പിതാവ് പറഞ്ഞു. അതേസമയം തലച്ചോറിൽ വൈറസ് ബാധയേറ്റാൽ വാക്സിൻ ഫലപ്രാപ്തിയിൽ സാധ്യത കുറയുമെന്നും ഇതാകാം വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഉണ്ടാകാൻ കാരണമെന്നുമാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. കുട്ടി നമ്മളൊരു ഉമ്മ അപ്പാന്നൊരു വിളി വിളിച്ചാൽ മതി, നമുക്കൊരു ഇതാണ്. പക്ഷെ ആരും മനസ്സിലാതെ കെടുക്കുകയാണ് കുട്ടി. ആ കെടുപ്പ് കെടുക്കുകയാണ്. എപ്പോഴെവിടെ കൊണ്ടുവന്നേ? ഇവിടെ കൊടുത്തിട്ട് ഇപ്പോൾ ഇന്നൊക്കെ ഒരു 6 ദിവസമായി. സംഭവിച്ചിട്ട് പെരുന്നാളിന്റെ 2 ദിവസം മുന്നേ സംഭവിച്ചതാണ്. പിന്നെ അത് ഫുള്ള് മുറിയൊക്കെ ഫുള്ള് ഉണങ്ങിയതാണ്. സ്റ്റിച്ചൊക്കെ എടുത്ത് തലമത്തെ സ്റ്റിച്ചും കാലുമത്തെ ഇത് തുന്നൊക്കെ എടുത്ത് ഇതൊക്കെ ഫുള്ള് ഉണങ്ങിക്കാണ്ട് ക്ലിയർ ആയതേന്. അങ്ങനെ കുട്ടീനെ സാധാരണ നോർമൽ കുട്ടികളൊക്കെ കൂടെ കളിക്കലൊക്കെ തുടങ്ങിയത് കുട്ടി. അങ്ങനെ പെട്ടെന്നൊരു പനി പനിച്ചതാണ്.
പനിച്ചുകാണ്ട് നേരം നമ്മൾ സാധാ പനിയാ വിചാരിച്ചു, പേടിപ്പനിയാണെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നാട്ടിലുള്ള പ്രൈവറ്റ് കുട്ടികളെ ഡോക്ടറെയും കാട്ടി അവിടെ നിന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ അവർക്കും പനിയാണെന്ന് വിചാരിച്ച് ഇന്നൊരു പേടിപ്പനിയാ വിചാരിച്ചു. കുട്ടിയുടെ വിറയിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വിറ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിശ്ചിതമായി വൈകിയേക്കും. ഉപതെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനോ ഒഴിവാക്കാനോ സാധ്യതയുണ്ടെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വിലയിരുത്തൽ. കശ്മീരിലെ 2 മണ്ഡലങ്ങളിലും നിലമ്പൂരിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതും ഉടനുണ്ടാകില്ല. 6 സംസ്ഥാനങ്ങളിലായി 8 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ നടത്തിയത്. മെയ് 5-ന് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിലെ നിലമ്പൂരിന് പുറമെ ജമ്മു കശ്മീർ, ഗുജറാത്ത്, ബംഗാൾ, മണിപ്പൂർ, പഞ്ചാബ് സംസ്ഥാനങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. ഗുജറാത്തിലും ജമ്മു കശ്മീരിലും 2 മണ്ഡലങ്ങൾ വീതവും മറ്റ് സംസ്ഥാനങ്ങളിൽ ഓരോ മണ്ഡലങ്ങളുമാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. ജമ്മു കശ്മീരിൽ ബഡ്ഗാം, നാഗ്രോട്ട മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുക എളുപ്പമല്ല. ഒന്നുകിൽ 6 സംസ്ഥാനങ്ങളിലെ മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളും മാറ്റിവെക്കണം, അല്ലെങ്കിൽ കശ്മീരിൽ മാത്രം തെരഞ്ഞെടുപ്പ് പിന്നത്തേക്കാക്കണം. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് നിയമം. നിലമ്പൂരിൽ ജൂലൈ 13-നകം തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. മെയ് അവസാന ആഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കുമെന്നായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപനവും വരേണ്ടതായിരുന്നു. ഇനിയും വൈകിയാൽ ഒരുപക്ഷെ കുട്ടനാട്ടിലും ചവറയിലും ചെയ്തതുപോലെ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ്. അത് തിരിച്ചറിഞ്ഞാണ് ഈ മാസം തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് PV അൻവർ പറഞ്ഞത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് തുടർച്ചയായി ബോംബ് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കി പോലീസ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി കണക്കിലെടുത്ത് നഗരവും വിഴിഞ്ഞം തുറമുഖ പ്രദേശവും സൈന്യത്തിന്റെയും പോലീസിന്റെയും കർശന നിയന്ത്രണത്തിലേക്ക് മാറും. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസ്, രാജ്ഭവൻ, ഗതാഗത കമ്മീഷണറുടെ ഓഫീസ്, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം വ്യാജ ബോംബ് ഭീഷണി ഉയർന്നിരുന്നു. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം എത്തിയത്. മൈക്രോസോഫ്റ്റിനോട് മെയിലുകളുടെ വിശദാംശം പോലീസ് തേടിയിട്ടുണ്ട്. ഭീഷണി സന്ദേശങ്ങളിൽ ഇതുവരെ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 5 മാസത്തിനിടെ തിരുവനന്തപുരത്ത് മാത്രം 18 ഭീഷണി സന്ദേശങ്ങളാണ് എത്തിയത്. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. മലയാളത്തിന്റെ മഹാസാഹിത്യകാരൻ MT വാസുദേവൻ നായർക്ക് വേണ്ടി മകൾ അശ്വതി പത്മവിഭൂഷൺ ഏറ്റുവാങ്ങി. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റൻ PR ശ്രീജേഷ്, ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ജോസ് ചാക്കോ പെരിയപുറം, നടി ശോഭന തുടങ്ങിയവർ പത്മഭൂഷൺ രാഷ്ട്രപതിയിൽ നിന്നും സ്വീകരിച്ചു. കേരളത്തിന്റെ അഭിമാനമായ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം IM വിജയൻ, സംഗീത അധ്യാപിക ഓമനക്കുട്ടിയമ്മ എന്നിവർ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. ഇതിനായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി. വത്തിക്കാനിൽ ചേർന്ന കർദിനാൾമാരുടെ യോഗത്തിലാണ് തീരുമാനം. 135 പേരാണ് പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനായി വോട്ട് രേഖപ്പെടുത്തുക. യുക്രൈനിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച റഷ്യ. മെയ് 8 മുതൽ 3 ദിവസത്തേക്കാണ് വെടിനിർത്തൽ. 2ാം ലോക മഹായുദ്ധത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് തീരുമാനം. വെടിനിർത്തലിനോട് യുക്രൈൻ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് റഷ്യ. പാലക്കാട് അട്ടപ്പാടി വനമേഖലയിൽ പരിക്കുകളോടെ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. ഇന്ന് രാവിലെയാണ് കൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ മുതൽ ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അട്ടപ്പാടി കീരിപ്പാറ മേഖലയിൽ കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തിയത്. ദേഹമാസകലം പരിക്കേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് വെറ്റിനറി സർജൻമാർ അറിയിച്ചിരുന്നു. മറ്റു കൊമ്പന്മാരോടൊപ്പം ഏറ്റുമുട്ടുന്നതിനിടെയാണ് ആനയ്ക്ക് പരുക്കേറ്റത്. വെറ്റിനറി സർജൻമാർ എത്തി പരിശോധന നടത്തിയെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് പുലർച്ചെ മുതൽ ആനയുടെ സ്ഥിതി വീണ്ടും അതീവ ഗുരുതരമായിരുന്നു. പുലർച്ചെ കാട്ടാന എഴുന്നേൽക്കാൻ കഴിയാതെ പൂർണ്ണമായും നിലത്ത് വീണുകിടന്നു. പിന്നീടാണ് കൊമ്പൻ ചെരിഞ്ഞ വിവരം അധികൃതർ സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 പാലക്കാട്.
അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണത്തിനിടയാക്കിയത് നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. വാരിയെല്ലുകളെല്ലാം ഒടിഞ്ഞ നിലയിലായിരുന്നു. മരിച്ച കാളിയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം വൈകിട്ട് നടക്കും. അതേസമയം വയനാട്ടിൽ വയോധികന്റെ ജീവനെടുത്ത കാട്ടാനെ പിടികൂടാനാകാതെ വനംവകുപ്പ്. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന് നേരെ പടക്കമെറിഞ്ഞ സംഭവത്തിൽ ആട് ഷമീറും സംഘവും കൊട്ടേഷനായി പോവുകയായിരുന്നുവെന്ന് പോലീസ്. കൊട്ടേഷൻ ലഭിച്ച വാഹനത്തെ പിന്തുടർന്ന് പോകുന്നതിനിടെയാണ് വിവാഹ സംഘത്തിന്റെ വാഹനം ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചത്. തുടർന്ന് പിന്തുടർന്ന വാഹനം നഷ്ടമായതിൽ പ്രകോപിതരായ പ്രതികൾ ബസ് ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. വയനാട് സ്വദേശിക്കെതിരെയായിരുന്നു കൊട്ടേഷൻ എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. വാഹനത്തിൽ തോക്കും വടിവാളും പന്നിപ്പടക്കവും ഉണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് പ്രദേശത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞു. അഴിമുഖത്ത് മണൽത്തിട്ടയിൽ ഇടിച്ചാണ് വള്ളം മറിഞ്ഞത്. 17 പേർ വള്ളത്തിലുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ നീക്കത്തിൽ അഴിമതിയെന്ന ആരോപണവുമായി പ്രതിപക്ഷം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കൃത്യമായ രേഖകൾ പോലുമില്ലെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം മാലിന്യ നീക്കത്തിലെ ലോറി വാടകയിൽ 1/2 കോടിയോളം രൂപയുടെ അധിക ചെലവ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. ബ്രഹ്മപുരത്തെ മാലിന്യ നീക്കം സംബന്ധിച്ച കണക്കിലെ കളിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് വ്യക്തമായി ഒരു രേഖകളില്ലെന്നും ഇവർ പറയുന്നു. മാലിന്യ നീക്കത്തിനുള്ള വാഹനങ്ങളിൽ GPS സംവിധാനം വേണമെന്ന സർക്കാർ നിർദ്ദേശവും കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പാക്കിയില്ല. പോയ വർഷം 2.04 കോടി രൂപയാണ് 5670 ലോഡ് മാലിന്യം ബ്രഹ്മപുരത്ത് എത്തിക്കുന്നതിന് വാടകയായി നൽകിയത്. ഇതിൽ 47.21 ലക്ഷം രൂപയുടെ അധിക ചെലവ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി തടഞ്ഞു. കാരണം ബില്ല് വെക്കാതെ നൽകിയ പണം നഗരസഭയുടെ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം അവർ അടക്കുമ്പോൾ അവർ തുറന്നു പറയും. ആ 47 ലക്ഷം രൂപ കൊടുത്ത ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാകുമ്പോൾ അവർ സത്യം തുറന്നു പറയും. അവർക്ക് അത് കൊടുക്കേണ്ട ബാധ്യത തന്നെ ഉണ്ടാക്കേണ്ടി വരും. അല്ലാതെ മേയർ പറഞ്ഞതുപോലെ ഇത് നഗരസഭയുടെ കൗൺസിൽ കൂടി ഒരു കാലത്തും റാക്ടിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം കള്ള ബില്ലുകളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബ്രഹ്മപുരം നഗരസഭയുടെ ഭരണാധികാരികൾക്ക് പൊന്മുട്ടിയിടുന്ന താറാവായി തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. മാലിന്യം നീക്കാൻ ഒരു ലോഡിന് 3640 രൂപ നിരക്കിലാണ് കരാർ നൽകിയിരിക്കുന്നത്. കൃത്യമായ ടെൻഡർ നടപടികൾ സ്വീകരിക്കാത്തതുമൂലമാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ ഇടപെടൽ. രാത്രി നീക്കം ചെയ്ത മാലിന്യത്തിന്റെ കൃത്യമായ കണക്കുകളോ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ രേഖപ്പെടുത്തലോ ഇല്ല. ഇതുമൂലം 1297 ലോഡുകളുടെ നീക്കത്തിന് നൽകിയ തുകയാണ് ഓഡിറ്റ് വിഭാഗം തടഞ്ഞത്. ന്യൂസ് 18 കൊച്ചി. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെ അധിക്ഷേപിച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. നിർമ്മാതാക്കളായ ആന്റോ ജോസഫ്, ബി രാകേഷ്, അനിൽ തോമസ്, ഔസേപ്പച്ചൻ വാളക്കുഴി എന്നിവരാണ് പ്രതികൾ. സ്ത്രീത്വത്തെ അപമാനിച്ചു, ഗൂഢാലോചന, ക്രിമിനൽ ഭീഷണി, അന്തസ്സിന് കോട്ടം വരുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ടെക്സാസിലെ ഓസ്റ്റിൻ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയിൽ പെരുന്നാളും സെന്റ് തോമസ് ദിനാചരണവും നടന്നു. ഗീവർഗീസ് കോറപ്പിസ്കോപ്പ ചട്ടത്തിൽ, ബേബി ജോസഫ് കോറസ്പിക്കോപ്പ, ഫാദർ ഡോക്ടർ ജോസഫ് മത്തായി എന്നിവർ കാർമികത്വത്തിൽ കുർബാനയും നടന്നു. ബ്ലൂം ഫെസ്റ്റ് എന്ന പേരിൽ കാർണിവലും കേരള ഭക്ഷ്യമേളയും സംഘടിപ്പിച്ചു. സ്വർണ്ണ വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8940, പവന് 71,520. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7405, പവന് 59,240. വെള്ളി ഗ്രാമിന് 180 കിലോയ്ക്ക് 1,09,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സിന് ഇടവേളയ്ക്ക് ശേഷം കാണാം. പോലീസ് പെട്രോൾ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.